വെൽക്കം ബാക്ക് ടു അമ്മ സപ്പൂസ് ഒഫീഷ്യൽ. ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഒരു ഹലോ പറഞ്ഞേ, ഹലോ ഹലോ. ഇന്ന് നമ്മുടെ കൂടെ സുട്ടുമണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുട്ടുമണിക്ക് ചോറിന് ശേഷം നമ്മൾ എന്തൊക്കെ ഫുഡാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയണോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബേബീസ് ഉണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സുട്ടുമണി? പോയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സുട്ടൂന് കൊടുക്കുന്നത് കണ്ണങ്കായയുടെ പൊടി കൊണ്ടുള്ള കുറുക്കും റാഗിയുടെ കുറുക്കുമാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ണങ്കായയാണ്. കണ്ണങ്കായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കൊല വാങ്ങിച്ച് അത് നമ്മൾ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബദാം, കാഷ്യൂനട്ട്, വാൽനട്ട്. അപ്പോൾ ഇതിൽ ഈ ബദാം അനിയച്ചാർ കാശ്മീർ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബദാമിന്. അപ്പോൾ ഞാൻ ഈ നട്ട്സും കൂടെ അതിലോട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്തത് ഈ പരുവത്തിലാക്കിയെടുക്കണം. ഈ പരുവത്തിലാക്കിയിട്ട് പിന്നെ നമുക്കിത് ഓരോ സ്പൂൺ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഞ്ഞിന് ആവശ്യമുള്ളപ്പോൾ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു സ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പാത്രം കണ്ടോ, ഈ പാത്രം ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ തൊട്ട് കുറുക്ക് കുടിക്കുന്ന പാത്രമാണ്. അച്ഛൻ കുറുക്ക് കൊടുത്തിട്ടുള്ളതാണ്, എനിക്കിതിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. എൻ്റെ മോനും ഞങ്ങളിപ്പോൾ ഈ പാത്രത്തിലാണ് കുറുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് പഴക്കം ചെന്ന പാത്രമാണ്. അപ്പോൾ നേരെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് സാധാരണ കുറുക്കുണ്ടാക്കും പോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സുട്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. പിന്നെ ഇതിൽ ഷുഗറിനായിട്ട് ഞാൻ ചേർക്കുന്നത് ജാഗ്രി പൗഡറാണ്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗിയാണ്. റാഗി പുല്ല് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കഴുകി ഉണക്കി അത് പൊടിച്ച് അത് നമ്മൾ കുറുക്കാക്കിയിട്ട് അവന് കൊടുക്കാനുണ്ട്. സെയിം കണ്ണങ്കായ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് റാഗി കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊടുക്കാറുള്ളത് ഈ പഴമാണ്. ഇത് നല്ല ഞാലിപ്പൂവൻ പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തത് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാഷ് ചെയ്യാം. നന്നായിട്ട് മാഷ് ചെയ്യണം, കാരണം കുഞ്ഞിൻ്റെ തൊണ്ടയിലൊന്നും കുടുങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ചോറാണ് കേട്ടോ. ഞാൻ കുത്തരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വേവിച്ച് ഇത്തിരി എണ്ണയും ഇത്തിരി ഉപ്പും ഇട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് വാവയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ അവന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ.